ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ക്ലോറൈഡിൻ്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കോൺസ്റ്റന്റ് ഒരു സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് നല്ല ഫ്യൂംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്യൂംസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ അത് ക്ലോറൈഡ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഫ്യൂംസിലേക്ക് നിങ്ങൾ ഒരു അമോണിയ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ്സിലോട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്ന് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആദ്യം വന്ന ഗ്യാസ് HCl ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത ഗ്ലാസ്സിലോട്ട് വെക്കുമ്പോൾ വന്നത് അത് അമോണിയം ക്ലോറൈഡിൻ്റെ ഫ്യൂംസ് ആണ്. അപ്പോൾ ഇതാണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പോൾ ക്ലോറൈഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിൽ നമ്മൾ സാൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. അപ്പോൾ ഞാൻ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നല്ല രൂപത്തിൽ ഷെയ്ക്ക് ചെയ്തിട്ട് സൊല്യൂഷൻ ആക്കി വെക്കാം. ദെൻ അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറൈഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും.